നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് നമുക്ക് ഈ വിക്രമാദിത്യൻ കഥകൾ തുടരാൻ കഴിഞ്ഞില്ല. ആരോഗ്യപരമായ കാരണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അതിൻ്റെ റെക്കോർഡിംഗ് നീട്ടി വെക്കേണ്ടി വന്നു. ഏതായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാൻ സാധിച്ചതിൽ സന്തോഷം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂട്ടുകാരായ കുട്ടികളോടൊപ്പം പറഞ്ഞ കഥ എവിടം വരെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. വിക്രമാദിത്യ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗോവിന്ദൻ എന്ന ഒരു വൈദിക ബ്രാഹ്മണൻ തൻ്റെ 7 വയസ്സുകാരൻ മകനെയും കൂട്ടി സമുദ്ര സ്നാനത്തിന് പോകുന്നു. സമുദ്രത്തിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് വലിയൊരു തിമിംഗലം വന്നിട്ട് ആ കുട്ടീനെ വിഴുങ്ങി. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ പാവം ബ്രാഹ്മണൻ വിക്രമാദിത്യ രാജാവിൻ്റെ സന്നിധിയിൽ വന്ന് അപേക്ഷിച്ചു, തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം, ഇല്ലെങ്കിൽ ഈ രാജകുലത്തിൽ പിന്നെ എന്ത് അഭിമാനമുള്ളത്, രാജാവിൻ്റെ ദുർഭരണമാണെന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കില്ലേ തുടങ്ങി പലതരത്തിൽ പരിവേദനങ്ങൾ പറഞ്ഞപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, നിങ്ങളുടെ മകനെ ഞാൻ എങ്ങനെയായാലും കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. സമുദ്രതീരത്ത് ചെന്ന് എവിടെയാണ് ആ സംഭവം നടന്നതെന്നൊക്കെ അന്വേഷിച്ച് സമുദ്രത്തിലേക്ക് വിക്രമാദിത്യൻ എടുത്തു ചാടി. അന്വേഷിച്ച് ചെന്ന് പാതാള ലോകം വരെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവസാനം തിമിംഗലത്തിനെ കണ്ടെത്തി. തിമിംഗലത്തിന്റെ വായയുടെ ഉള്ളിൽ കയറി നമ്മുടെ ഗോവിന്ദന്റെ മകനെ കണ്ടെത്തി. അവനെയും കൂട്ടി തിമിംഗലത്തിന്റെ വയറ് പിളർന്നുകൊണ്ട് പുറത്തേക്ക് വന്നു. സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് പൊങ്ങിയതെന്ന് അറിയാതെ അവസാനം അകലെ കണ്ട ഒരു തീരം ലക്ഷ്യമാക്കി ഗോവിന്ദന്റെ മകനായിട്ടുള്ള ബ്രാഹ്മണ കുമാരനെ തോളിലേന്തി ചക്രവർത്തി നീന്തി എത്തി. അത് ശംഭുനാഥപുരം എന്ന ഒരു ദ്വീപാണ്. ശംഭുനാഥൻ എന്ന രാജാവിൻ്റെ ഭരണത്തിലുള്ള ഒരു സാധാരണ സ്ഥലം. ശംഭുനാഥന്റെ മകളാണ് സുന്ദരിയായ ഏകരംഭ. ആ ഏകരംഭയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്താണ് വിക്രമാദിത്യൻ ആ ദ്വീപിലേക്ക് ഈ ബ്രാഹ്മണകുമാരനെയും കൊണ്ട് സമുദ്രത്തിലൂടെ തുഴഞ്ഞ് എത്തിപ്പെടുന്നത്. അന്ന് ഏകരംഭയുടെ സ്വയംവരം നടക്കാൻ പോണു എന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യ ചക്രവർത്തി തനിക്ക് കൂടി ആ സ്വയംവരത്തിൽ പങ്കെടുത്താൽ കൊള്ളാം എന്ന് ചിന്തിച്ചു. പക്ഷെ താൻ ആരാണെന്ന് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്തു, ഈ കൂടെയുള്ള കുമാരനെ അവിടെയുള്ളൊരു വീട്ടിലാക്കി. താൻ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പൊക്കോളാം എന്ന വാക്ക് കൊടുത്തു. വേതാളം എല്ലാ സമയത്തും വിക്രമാദിത്യന്റെ കൂടെ ഉണ്ടെന്ന് അറിയാമല്ലോ. വേതാളത്തിന്റെ സഹായത്തോടു കൂടി വിക്രമാദിത്യ മഹാരാജാവിന്റെ വേഷഭൂഷാദികളൊക്കെ മാറ്റി ഒരു രത്നവ്യാപാരിയുടെ വേഷം ധരിച്ചു. എന്നിട്ടോ ചക്രവർത്തിയുടെ ശംഭുനാഥ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് തന്നെ ഒരു വലിയ ഇതൊക്കെ കെട്ടിയുണ്ടാക്കി, ഒരു പണ്ടികശാല പോലെയൊക്കെ കെട്ടിയുണ്ടാക്കി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ള രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ പെട്ടികളിൽ നിറച്ച് കച്ചവടം തുടങ്ങി. എല്ലാം വേതാളത്തിന്റെ സഹായത്തോടെയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വയംവരത്തിന് 56 രാജ്യങ്ങളിൽ നിന്നുള്ള രാജകുമാരന്മാരെത്തിയിട്ടുണ്ട്. അവരൊക്കെ നോക്കിയപ്പോൾ വിശേഷപ്പെട്ട രത്നങ്ങളും വൈഡൂര്യങ്ങളും ആഭരണങ്ങളുടെ ഒക്കെ വലിയൊരു ശേഖരം. അവർ മനസ്സിൽ വിചാരിച്ചെന്താ, ഇതുപോലെ വില കൂടിയ ആഭരണങ്ങളൊക്കെ ധരിച്ചിരുന്നാലല്ലേ ഏകരംഭ രാജകുമാരിക്ക് ഒരു താല്പര്യം തോന്നുള്ളൂ, രാജാവിനും അല്പം ഇഷ്ടം തോന്നുള്ളൂ. അതുകൊണ്ട് അവരൊക്കെ ഈ രത്നവ്യാപാരിയുടെ കടയിൽ തിക്കി തിരക്കി കയറി ഓരോരുത്തരും അവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. സ്വയംവരത്തിന്റെ മുഹൂർത്തം എടുത്തപ്പോൾ കൊട്ടാരത്തിൽ ഒറ്റ രാജാവൊക്കെ വരൂല്ല. രാജാവ് എന്താ പറ്റിയെന്ന് അത്ഭുതപ്പെട്ട് നോക്കിയപ്പോൾ എന്താ, എല്ലാവരും ദേ തൊട്ട് കൊട്ടാരമുറ്റത്തുള്ള രത്നവ്യാപാരിയുടെ കടയിൽ എത്തിയിട്ടുണ്ട്. രാജാവ് ശംഭുനാഥ രാജാവും അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വിശേഷപ്പെട്ട രത്നങ്ങളൊക്കെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. രാജാവും കുറച്ച് വാങ്ങി. രാജാവിന് തോന്നി, ഇത്രയും വലിയ രത്നവ്യാപാരിയായിട്ട് ഒരാളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ.
അങ്ങനെ വേഷം മാറിയ വിക്രമാദിത്യ ചക്രവർത്തിനെ രക്തവ്യാപാരിയാണെന്ന് ധരിച്ചുകൊണ്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. മറ്റു രാജാക്കന്മാരൊക്കെ അവിടെ കൊട്ടാരത്തിൽ അണിനിരന്നു. രാജാക്കന്മാരുടെ പുറകിലായിട്ട് ഒരു സൈഡിലേക്ക് മാറി ഒരു ചെറിയ ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കൊടുത്ത് രത്നവ്യാപാരിനെ അവിടെ ഇരുത്തി. സ്വയംവര മുഹൂർത്തമായി. ഏകരംഭ രാജകുമാരി അവിടെ കൂടിയിരിക്കുന്ന രാജകുമാരന്മാരെയൊക്കെ വീക്ഷിച്ചെങ്കിലും അവസാനം മരണമാല്യം ചാർത്തിയത് ഈ രത്നവ്യാപാരിയുടെ കഴുത്തിലായിരുന്നു. കാരണം രത്നവ്യാപാരി അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. അദ്ദേഹം ഇരിക്കുന്നത് മറ്റുള്ള രാജാക്കന്മാരെക്കാളും രാജകുമാരന്മാരെക്കാളും മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള സിംഹാസന തുല്യമായിട്ടുള്ള ഒരു കസേരയിലാണ്. എങ്ങനെയാ കസേര അവിടെ വന്നതെന്ന് ആർക്കും അറിയില്ല. അവസാനം രാജകുമാരന്മാരെല്ലാം നിരാശരായിട്ട് പിരിഞ്ഞുപോയി. രാജാവിനും ശംഭുനാഥ രാജാവിനും പരിവാരങ്ങളൊക്കെ സങ്കടമായി. കണ്ട രാജാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കുമാരി സ്വയംവരത്തില് സ്വീകരിച്ചതാരെയാ? ഒരു രക്തവ്യാപാരിനെ. മറ്റേ രാജാക്കന്മാരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് അവര് വഴക്കൊക്കെ ഉണ്ടാക്കി. അതിൽ നിരാശ പൂണ്ടിരിക്കുമ്പോ രാജകുമാരി പറഞ്ഞു, അല്ല അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട് ഇദ്ദേഹം സാധാരണക്കാരനല്ല. എൻ്റെ മനസ്സ് പറയുന്നു അദ്ദേഹം ഏതോ ഉന്നത കുലജാതനായിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് വഴിയെ പരീക്ഷിച്ചറിയാം. അങ്ങനെ അന്ന് വിവാഹത്തിന്റെ ആദ്യ രാത്രിയില് മണിയറയില് വലിയൊരു തിരശീല, ഒരു കർട്ടൻ രാജകുമാരി ഇരിക്കുന്ന അറയ്ക്കും ഇടയിൽ സ്ഥാപിച്ചു. അതിൻ്റെ ഇപ്പുറത്തെ സൈഡില്, ഇപ്പുറത്തെ വശത്ത് ഈ രത്നവ്യാപാരിനെ കൊണ്ടിരുത്തി. അപ്പോ പോണ വഴിക്ക് പ്രജകളും അല്ലെങ്കിൽ പരിചാരകന്മാരും ഒക്കെ പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത്. ഓ, ഇത്രയും സുന്ദരിയായ രാജകുമാരി വിവാഹം കഴിച്ചതേ ഒരു സാധാരണ വ്യാപാരിനെ, എന്തൊരു കഷ്ടം എന്നൊക്കെ ആൾക്കാർ പുച്ഛത്തോടെ പറയുന്നത് വിക്രമാദിത്യ ചക്രവർത്തി കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. അവസാനം രാത്രിയായി. വേതാളത്തിനെ ചക്രവർത്തി വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നീ തിരശീലയുടെ ഉള്ളിൽ കയറിയിരിക്കണം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ നീ സംസാരിച്ചു തുടങ്ങണം. അപ്പുറത്ത് രാജകുമാരി വന്നിരുന്നു എന്ന് വിക്രമാദിത്യന് മനസ്സിലായപ്പോൾ വിക്രമാദിത്യൻ പതുക്കെ ആരോടും ഒന്നില്ലാതെ ആ തിരശീലയോട് നോക്കി പറയാൻ തുടങ്ങി. അല്ലയോ തിരശീലയെ, എനിക്കും അപ്പുറത്തിരിക്കുന്ന രാജകുമാരിക്കും ഇടയിൽ നീ ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയല്ലേ? എനിക്ക് ഒറ്റപ്പെട്ടിരിക്കുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് നീ ഒരു കഥ പറയാമോ? രാജകുമാരിയും രാജകുമാരിയുടെ അച്ഛനായിട്ടുള്ള ശംഭുനാഥ രാജാവും മന്ത്രിമാരും പരിവാരങ്ങളും അപ്പുറത്തൊരു മുറിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കണേന്ന് അറിയാം. ഈ രത്നവ്യാപാരി ആയിരിക്കുന്ന ആള് ഇടയിലുള്ള തിരശീലയോട് സംസാരിക്കാൻ പറയുന്നു. ഇതെന്ത് മറിമായം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ ആ തിരശീല സംസാരിക്കാൻ തുടങ്ങി. തിരശീലയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആരാ? വിക്രമാദിത്യന്റെ സന്തത സഹചാരിയായ വേതാളം. ആ തിരശീലയോട് സംസാരിക്കാൻ തുടങ്ങി. തിരശീല രാജാവിനോട് അല്ലെങ്കിൽ നമ്മുടെ രത്നവ്യാപാരിയോട് മറുപടി പറയാൻ തുടങ്ങി. അല്ലയോ മാന്യനായ രത്നവ്യാപാരി, ഞാൻ കുറെ തുണിക്കഷ്ണങ്ങളാണ്. ആ കഷ്ണങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചാണ് ഇതുപോലൊരു തിരശീല ഉണ്ടാക്കിയത്. ഞാനിപ്പോ ഈ തിരശീലയുടെ ആ തുന്നലിന്റെ ഇടയപ്പെട്ട് വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. ഞാനിപ്പോ എങ്ങനെ ഒരു കഥ പറയണേ? അങ്ങയുടെ ബോറടി മാറ്റാനായിട്ട് ഒരു കഥ പറയണമെന്ന് വെച്ചാൽ തന്നെ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്നൊന്നുമില്ല. എന്നെ ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചേക്കല്ലേ. അപ്പുറത്ത് ഇരിക്കുന്ന രാജകുമാരി ഇത് കേട്ടിട്ട് ഞെട്ടി. ആദ്യം തിരശീല സംസാരിക്കേ? അപ്പുറത്തെ മുറിയിൽ ഒളിച്ചിരിക്കുന്ന രാജാവും പരിവാരങ്ങളും അതിലേറെ ഞെട്ടി. ഒരു തിരശീല എങ്ങനെ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കണേ? അവർ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന സമയത്ത് രാജകുമാരി എന്ത് ചെയ്തു? ആ തിരശീലിനെ കെട്ടിയിരിക്കുന്ന ചരട് അഴിച്ചു മാറ്റി. തിരശീലിനെ രണ്ടു വശത്തേക്ക് മാറ്റി. കർട്ടൻ രണ്ടു വശത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോ രത്നവ്യാപാരി പറഞ്ഞു, ഇനി നിനക്ക് കഥ പറയാലോ. അങ്ങനെ തിരശീല എല്ലാവരോടുമായിട്ട് ഒരു കഥ പറയാൻ തുടങ്ങി. തിരശീല അല്ല പറയുന്നത്, തിരശീലയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വേതാളം. അങ്ങനെ ആ കഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ കഴിഞ്ഞ തവണ ഈ വിക്രമാദിത്യൻ കഥകൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് ആ തിരശീല പറഞ്ഞ കഥ എന്തായിരുന്നു എന്ന് കേട്ടു നോക്കാം. തിരശീലയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വേതാളം പറഞ്ഞത് ഈ ഒരു കഥയായിരുന്നു. പണ്ട് പണ്ട് ചന്ദ്രഗിരി എന്ന ഒരു രാജ്യത്ത് ഖണ്ഡേശ്വരൻ എന്നൊരു രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാത്തതിന്റെ വിഷമം കാരണം അദ്ദേഹം പരമശിവനെ പ്രാർത്ഥിച്ചു. പരമശിവനെ തപസ് ചെയ്ത് അദ്ദേഹം പ്രീതിപ്പെടുത്തി.
പരമശിവൻ പറഞ്ഞു, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അല്ലയോ ഖണ്ഡേശ്വര, നിനക്ക് ഉത്തമനായിട്ടുള്ള ഒരു കുമാരൻ ജനിക്കും. അവൻ പ്രശസ്തനാവും, വേദശാസ്ത്ര പണ്ഡിതനാവും, ആയോധന വിദ്യയിൽ സമർത്ഥനാവും. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സന്തോഷായി ഖണ്ഡേശ്വരൻ പ്രാർത്ഥനയോടുകൂടി കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. രാജ്ഞിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അധികം താമസിയാതെ രാജ്ഞി ഗർഭിണിയായി തേജോമയനായിട്ടുള്ള ഒരു കുമാരനെ പ്രസവിച്ചു. ആ രാജകുമാരന്റെ കാന്തിയും അവന്റെ സൗന്ദര്യവും അംഗലാവണ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ രാജാവിന് മറ്റൊരു പേര് ഓർമ്മ വന്നേന്നില്ല. അവനെ വിളിച്ചു കാന്തരൂപൻ. കാന്തരൂപ രാജകുമാരൻ വളർന്നു വന്നു. മിടുമിടുക്കനായിട്ട് വേദശാസ്ത്ര പുരാണങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ സ്വായത്തമാക്കി. മാത്രമല്ല ആയോധന കലയിലും വേഗത്തിൽ കുതിര ഓടിക്കുന്നതിലും രഥം ഓടിക്കുന്നതിലും ആനപ്പുറത്തേറി യുദ്ധം ചെയ്യുന്നതിലും ഒക്കെ ചെറു പ്രായത്തിൽ തന്നെ അവൻ പ്രാവീണ്യം നേടി. അങ്ങനെ കാന്തരൂപൻ വളർന്നു വന്നു. ആ ചന്ദ്രഗിരി രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം രാജകുമാരനോട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് വിചാരിച്ചു, ഖണ്ഡേശ്വരൻ രാജാവ് വിചാരിച്ചു, ഇനി കുമാരന് വിവാഹപ്രായമായി അനുരൂപനായിട്ടുള്ളൊരു വധുവിനെ കണ്ടെത്തണം. അതിനുവേണ്ടി നാടെങ്ങും അന്വേഷണം ആരംഭിച്ചു. പറ്റിയൊരു പെണ്ണിനെ, ഇത്രയും കോമളനും സുന്ദരനും ആരോഗ്യ ദൃഢഗാത്രനും സകലകലാ പ്രവീണനുമായിട്ടുള്ള നമ്മുടെ കാന്തരൂപ രാജകുമാരന് പറ്റിയൊരു വധുവിനെ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടിയില്ല. അവസാനം രാജാവ് മന്ത്രിയോട് പറഞ്ഞു, കാന്തരൂപന്റെ ഒരു ചിത്രം വരയ്ക്കുക. അന്ന് പിന്നെ ഫോട്ടോ എടുക്കണ പരിപാടിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു ചിത്രകാരനെ വരച്ചിട്ട് കാന്തരൂപന്റെ ഒരു ചിത്രം വൃത്തിയായിട്ട് വരച്ചെടുക്കുക. ആ ചിത്രവുമായിട്ട് രാജ്യങ്ങളായിട്ടുള്ള കയറി ഇറങ്ങുക. അവിടങ്ങളിലെ രാജകുമാരിമാരെ തൻ്റെ കുമാരന് ആളാണോ എന്ന് പരിശോധിക്കാം. അങ്ങനെ മന്ത്രി ഈ ചിത്രവുമായിട്ട് പല രാജ്യങ്ങളിലും കയറി ഇറങ്ങി നടന്നു. ഒരു സ്ഥലത്തും പറ്റിയ ഒരു രാജകുമാരനെ കിട്ടിയില്ല. അങ്ങനെ തളർന്ന് അവശനായിട്ട് ഒരു ദിവസം തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു തടാകത്തിന്റെ കരയിൽ മന്ത്രിയും പരിവാരങ്ങളും വിശ്രമിക്കാനിരുന്നു. അവരിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി, ആ തടാകത്തിന്റെ അപ്പുറത്തെ കരയില് ഇതുപോലെ ഒരു കൂടാരൊക്കെ മടിച്ച് ആരൊക്കെയോ വന്ന് താമസിക്കുന്നുണ്ട്. അവിടെ വെളിച്ചമൊക്കെ കണ്ടു. പകല് നേരം വെളിച്ചായപ്പോ നമ്മുടെ ഖണ്ഡേശ്വര മഹാരാജാവിന്റെ മന്ത്രി അപ്പുറത്തെ തടാകത്തിന്റെ അപ്പുറത്തെ വശത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ എന്താ, അത് മഹേന്ദ്രപുരം എന്ന രാജ്യത്തെ രാജാവ് മഹേന്ദ്ര വർമ്മന്റെ മന്ത്രിയും പരിവാരങ്ങളും വന്നേക്കണേ. അവരുടെയും പ്രശ്നം എന്താണെന്നറിയോ? മഹേന്ദ്ര രാജാവിന് ഒരു മകളുണ്ട്. അതിസുന്ദരിയും രൂപലാവണ്യത്തില് ലോകം മുഴുവനും പ്രശംസ അർഹിക്കുന്നതുമായ ഒരു പെൺകുട്ടി. അവളുടെ പേരെന്താ അറിയോ? കാന്തരൂപി. ആ കാന്തരൂപി രാജകുമാരിയുടെ ചിത്രവുമായിട്ട് അവിടുത്തെ മന്ത്രിയും പരിവാരങ്ങളും ഇതുപോലെ തന്നെ ഇറങ്ങി തിരിച്ചേക്കാണ്, കാന്തരൂപിക്കും അനുരൂപനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്താനായിട്ട്. ഇതറിഞ്ഞ രണ്ട് മന്ത്രിമാർക്കും അത്ഭുതമായി. അവരുടനെ തന്നെ ചിത്രങ്ങൾ പരസ്പരം കൈമാറി ഒത്തുനോക്കി. അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും ചേർച്ചയുള്ള രണ്ട് പടങ്ങള് അവരാദ്യമായിട്ട് കാണുകയാണ്. പേര് പോലും ചേർച്ച. ഇവിടെ കാന്തരൂപ രാജകുമാരൻ, അപ്പുറത്ത് കാന്തരൂപി കുമാരി. രണ്ടുപേർക്കും മന്ത്രിമാർക്കും പിന്നെ സന്തോഷം അടക്കാൻ പറ്റില്ല. ഇതുപോലെ ചേർച്ചയുള്ള രണ്ട് യുവമിഥുനങ്ങളെ അവർ കണ്ടെത്തിയിട്ടില്ല. ശ്രീപരമേശ്വരനും പാർവതീദേവിയും പോലെ, മഹാവിഷ്ണുവും ലക്ഷ്മിയും പോലെ, ഇന്ദ്രനും ഇന്ദ്രാണിയും പോലെ ഇത്ര രൂപസൗകുമാര്യം കൊണ്ടും അംഗലാവണ്യം കൊണ്ടും ചേരുന്ന രണ്ട് യുവാക്കളെ അവർ ആദ്യമായിട്ട് കാണുന്നു. ഒട്ടും താമസിച്ചില്ല, ഉടനെ തന്നെ അവര് മഹേന്ദ്രപുരി രാജ്യത്തേക്ക് ചെന്നു. മഹേന്ദ്രവർമ്മ രാജാവിനെ മുഖം കാണിച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു. രാജാവിനും വലിയ സന്തോഷമായി. ഇത്രയും അനുരൂപനായിട്ടുള്ളൊരു വരനെ അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉടനെ തന്നെ രാജാവിന്റെ അടുത്തേക്ക്, ഖണ്ഡകർണ രാജാവിന്റെ അടുത്തേക്ക് വിവരങ്ങളെത്തി. ഖണ്ഡേശ്വരൻ ഉടനെ തന്നെ പരിവാരങ്ങളായിട്ട് വന്നു. രണ്ടുപേരും ജാതകമൊക്കെ ഒത്തു നോക്കി. എല്ലാ ചേർച്ചയുണ്ട്. അനുരൂപന്മാരായിട്ടുള്ള രണ്ട് പേര്, വരനും വധുവും. ഒട്ടും താമസിച്ചില്ല, അവരുടെ വിവാഹം ആർഭാടമായിട്ട് നടന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ്
ഖണ്ഡേശ്വരനും പിന്നെ പരിവാരങ്ങളൊക്കെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. കുറച്ചു കാലം കൂടി ഈ മഹേന്ദ്രവർമ്മന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നവവധുവിനോടൊപ്പം നമ്മുടെ കാന്തരൂപ രാജകുമാരൻ അവിടെ തന്നെ താമസമാക്കി. പ്രജകൾക്കൊക്കെ വലിയ സന്തോഷമായി. മഹേന്ദ്രപുരം രാജ്യത്തെ പ്രജകൾക്ക് ഇതിൽ പരൊരു സന്തോഷമില്ല. തങ്ങളുടെ രൂപലാവണ്യം വഴിഞ്ഞൊഴുകുന്ന രാജകുമാരിക്ക് ഏറ്റവും അനുരൂപനായിട്ടുള്ള ഒരു വരനെ തന്നെ കിട്ടിയിരിക്കുന്നു. ആ രാജ്യത്ത് ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. നൃത്തം, പാട്ട്, മറ്റ് വിളക്കുകള്, അലങ്കാരങ്ങള്, വിശേഷപ്പെട്ട അതുകളൊക്കെ ആയിട്ട് ആ രാജ്യം ഈ രാജകുമാരിയുടെ വിവാഹം തുടർന്നും ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. മഹേന്ദ്രവർമ്മ രാജാവിന് ചെറിയൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. ഇത്രയും സൗന്ദര്യവും രൂപലാവണ്യവും ഒത്തിണങ്ങിയ ഈ രണ്ട് വധൂവരന്മാരുടെ മേലെ ആർക്കെങ്കിലും കണ്ടിടാൻ തോന്നിയാലോ, ആരെങ്കിലും ഇവരെ കുറിച്ച് എന്തെങ്കിലും ദോഷമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് മഹേന്ദ്രവർമ്മൻ എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഒരു 7 നില മാളിക ഉണ്ടായിരുന്നു. ആ മാളിക ഈ 2 പേർക്ക് മാത്രം, തൻ്റെ മകൾക്കും ഭർത്താവിനും താമസിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതങ്ങ് അലങ്കരിച്ച് അതിനുള്ളിൽ താമസിച്ചോളാൻ പറഞ്ഞു. വേണ്ടത്ര പരിചാരകന്മാരെല്ലാം കൊടുത്തു. അവരോട് പറഞ്ഞു, മാളികയുടെ 7ാമത്തെ നിലയിൽ നിങ്ങൾ താമസിച്ചോളുക. അപ്പൊ ആർക്കും നിങ്ങളെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. നിങ്ങളുടെ 2 പേരുടെയും ചേർച്ച കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയോ കുശുമ്പോ തോന്നി നിങ്ങളെ കണ്ണിടാനിടയാവരുത്, ദോഷം പതിക്കാനിടയാവരുത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സന്തോഷത്തോടുകൂടി സുഖലോലുപന്മാരായിട്ട് ആ കൊട്ടാരത്തിന്റെ 7ാമത്തെ നിലയിൽ സുഖമായിട്ട് താമസിക്കുകയാണ്. അപ്പോ ആകാശത്തൂടെ സഞ്ചരിക്കുന്ന സപ്തകന്യകൾ സപ്തകന്യകകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ദേവലോകത്തെ സുന്ദരിമാരായ സ്ത്രീകളാണ്. പക്ഷെ മഹാകുശുംബികളും അസൂയാലുക്കളുമാണ്. ഈ 7 എണ്ണം ഒരേപോലത്തെ സ്വഭാവമാണ്. അവരിങ്ങനെ ആകാശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു രമ്യഹർമ്മ്യം, വളരെ ഭംഗിയുള്ളൊരു കൊട്ടാരം താഴെ ഭൂമിയിലുണ്ട്. ഇങ്ങനൊരു അലങ്കരിച്ച കൊട്ടാരം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന അത്ഭുതത്തോടുകൂടി സപ്തകന്യകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ, മഹാ അസൂയാലുകളും കുശുംബികളും ആണ് ഈ സപ്തകന്യകമാര്. അവര് നോക്കിയപ്പോ എന്താ കാണുന്നത്? 7ാമത്തെ നിലയിലെ മണിമാളികയില് തൂവൽ ശയ്യ പോലത്തെ കിടക്കയില് അതിസുന്ദരിയായ ഒരു സ്ത്രീയും അതിനേക്കാൾ രൂപലാവണ്യമുള്ള ഒരു രാജകുമാരനും കിടന്നുറങ്ങുന്നു. ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു രാജകുമാരനെ അവരവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സപ്തകന്യകമാർ ആലോചിച്ചു, എന്ത് ഭംഗിയായി ചെറുക്കനെ കാണാൻ. അയ്യോ, ഇതുപോലെ സുന്ദരനായിട്ടൊരു ചെറുപ്പക്കാരൻ ഈ ഭൂമിയിലുണ്ടാവുമോ? അവരെല്ലാവരും പരസ്പരം അതൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ അസൂയ കുശുമ്പും മുളപൊട്ടാൻ തുടങ്ങി. അവർ പറഞ്ഞു, അങ്ങനെ ഈ പെണ്ണ് ഇത്രയും സുന്ദരനായിട്ടുള്ള ഈ രാജകുമാരനോടൊപ്പം ജീവിച്ച് അങ്ങനെ സൂഹിക്കണ്ട, നമുക്ക് പിന്നെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാം. പറഞ്ഞു തീർന്നില്ല. അവര് ഈ കാന്തരൂപ രാജകുമാരനെ അദൃശ്യനാക്കിക്കൊണ്ട് അവരോടൊപ്പം ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാന്തരൂപ രാജകുമാരി പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് കിടങ്ങിയിരുന്ന ഭർത്താവിനെ കാണാനില്ല, കാന്തരൂപനെ കാണാനില്ല. അടുത്തുള്ള മുറികളിലൊക്കെ അന്വേഷിച്ചു, പരിചാരികമാരെ വിളിച്ചു, അവരോട് അന്വേഷിക്കാൻ പറഞ്ഞു. അവരെല്ലാം അന്വേഷിച്ചു. അവരന്വേഷിച്ചപ്പോ കുമാരനെ കൊട്ടാരത്തിൽ എവിടെയും കാണാനില്ല. അവിടെയുള്ള എല്ലാ സ്ഥലത്തും ഉടനെ പോയി അന്വേഷിക്കുക. രാജകുമാരി വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. നമ്മുടെ മഹേന്ദ്രവർമ്മ രാജാവ് വിവരറിഞ്ഞു. അദ്ദേഹം ഓടിയെത്തി. ഉടനെ ഭടന്മാരെ നിയോഗിച്ചു. രാജ്യത്തിന്റെ എവിടേക്കാ പോയേ? കാന്തരൂപനെ രാത്രി കിടന്നുറങ്ങിയ ആളെ രാവിലെ എഴുന്നേറ്റപ്പോ കാണാനില്ല എന്ന് പറഞ്ഞാൽ എവിടേക്ക് പോവും? ഉടനെ തന്നെ ഭടന്മാര് നാനാദിക്കിലും അന്വേഷിക്കാൻ തുടങ്ങി. പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും രാജകുമാരനെ കുറിച്ച് ഒരു വിവരമില്ല. സംശയമില്ലല്ലോ, അതിനെ കൊണ്ടുപോയിക്കണ ദേവലോകത്തേക്ക് കൊണ്ടുപോയില്ലേ, എവിടെ കിട്ടാനാ ഭൂമിയിൽ അന്വേഷിച്ചാല്? കാന്തരൂപ രാജകുമാരിയുടെ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് കരച്ചിലോട് കരച്ചിലായി. കാന്തരൂപ രാജകുമാരന് എന്ത് സംഭവിക്കും? നമുക്ക് അടുത്ത ഭാഗത്തിൽ ഈ കഥ തുടരാം. നമസ്കാരം.